Hi friends, എല്ലാവർക്കും റംഷാദ് വോയിസ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് PSCയുടെ സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ സമയത്ത് അതിന് പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളാണ്. പലരും ഈ ഒരു കാര്യത്തിന് പോകുമ്പോൾ ചെറിയ കാരണങ്ങൾ കൊണ്ട് ഇത് നടക്കാതെ പോകാറുണ്ട്. പിന്നീട് എപ്പോഴെങ്കിലും ഇപ്പോൾ ഇന്ന് പോയാൽ തന്നെ ചെറിയ മിസ്റ്റേക്കുകൾ കൊണ്ട് നമുക്ക് അടുത്ത ദിവസത്തേക്ക് മാറ്റിവെക്കേണ്ട ചില കാര്യങ്ങൾ പലരും അങ്ങനെ റിപ്പോർട്ട് ചെയ്യാറുണ്ട്. അപ്പോൾ എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മൾ ഇത്തരത്തിലുള്ള ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്തെ കാര്യം, SSLC നമ്മൾ സ്കാനഡ് ഡോക്യുമെൻ്റ് എന്ന സെക്ഷനിൽ നമ്മൾ SSLC ബുക്ക് അപ്ലോഡ് ചെയ്യുമ്പോൾ അത് പേഴ്സണൽ ഡീറ്റെയിൽസ് ആയിട്ടുള്ള നെയിം ആൻഡ് ഡേറ്റ് ഓഫ് ബർത്ത് വെരിഫിക്കേഷന് വേണ്ടിയിട്ടും അവിടെയും അപ്ലോഡ് ചെയ്യാനാണ്. പലരും ആളുകളും എന്ത് ചെയ്യും, സ്കാൻ ഡോക്യുമെൻറ്റിൽ SSLC +2 എന്ന സർട്ടിഫിക്കറ്റിൻ്റെ കൂടെ തന്നെ അവിടെ എഴുതിയ ഭാഗത്ത് മാത്രം അപ്ലോഡ് ചെയ്യും. ഇവിടെ പേഴ്സണൽ ഡീറ്റെയിൽസിൻ്റെ അവിടെ അപ്ലോഡ് ചെയ്യില്ല. അപ്പോൾ അത് ഒരു കാരണമാണ്. രണ്ടാമത്തെ കാരണം, SSLC ബുക്കിൽ നമ്മുടെ മാർക്കിൻ്റെ ശതമാനം ഒന്നുമില്ലെങ്കിൽ നിങ്ങൾ എന്ത് എഴുതുക, പേഴ്സൻറ്റേജ് മാർക്ക് കറക്റ്റ് പോയിൻ്റ് വെച്ച് തന്നെ എഴുതുക. അതായത് അല്ലാതെ അത് എന്താ പറയുക, ഇപ്പോൾ 66.67 ഒക്കെ നേടി 66.67 ആണെങ്കിൽ നമ്മൾ 67% ഇടും. അതും ഒരു തെറ്റാണ്. അതും ഒരു തെറ്റ് ആയിട്ട് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അതിന് പകരം നിങ്ങൾ ഫസ്റ്റ് ക്ലാസ്, സെക്കൻഡ് ക്ലാസ്, തേർഡ് ക്ലാസ് അങ്ങനെ എഴുതിയാലും അത് അവർ അങ്ങനെ എഴുതാനാണ് പറയുന്നത്. മൂന്നാമത്തെ കാര്യം, നോൺ ക്രീമിനൽ സർട്ടിഫിക്കറ്റ് നമ്മൾ ഇപ്പോൾ LGSനൊക്കെ നമ്മോട് ചോദിച്ചിരുന്നു. അപ്പോൾ അത് വാങ്ങിക്കുമ്പോൾ വില്ലേജ് ഓഫീസിൽ നിന്നും അത് വാങ്ങിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വില്ലേജ് ഓഫീസറുടെ പേര് സൈൻ ചെയ്യുന്ന അവിടെ വില്ലേജ് ഓഫീസറുടെ പേര് നിർബന്ധമായിട്ടും ഉണ്ടോ എന്ന് പരിശോധിക്കണം. കാരണം അതില്ല എന്നെങ്കിൽ അത് പേര് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് പിറ്റേ ദിവസത്തേക്ക് മാറ്റി വെക്കുന്നതാണ് നമ്മൾ വെരിഫിക്കേഷൻ. അതൊന്ന്. പിന്നെ ഇത് നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ് വാങ്ങാൻ പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് 4 ഡോക്യുമെൻ്റ് നിർബന്ധമായിട്ടും എല്ലാ വില്ലേജ് ഓഫീസർമാരും ചോദിക്കുന്നുണ്ട്. ഒന്നാമത് നമ്മുടെ ID പ്രൂഫായിട്ടുള്ള ആധാർ കാർഡ്, SSLC ബുക്ക്, പിന്നെ ഒരു നികുതി അടച്ച റെസീപ്റ്റ്, അതുപോലെ തന്നെ നമ്മൾ റേഷൻ കാർഡിൻ്റെ കോപ്പി. ഇത് 4 ഡോക്യുമെൻറ്റ്സും വെച്ചതിന് ശേഷം നമ്മുടെ കോർട്ട് ഫീസ് സ്റ്റാമ്പൊക്കെ വെച്ച് ആപ്ലിക്കേഷൻ കൊടുത്തു കഴിഞ്ഞാൽ 1-2 ദിവസത്തിനുള്ളിൽ നമ്മുടെ നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റൊക്കെ കിട്ടുന്നതാണ്. അല്ലാത്ത ചില സമയങ്ങളിൽ അന്ന് തന്നെ കിട്ടുന്നതാണ്. അപ്പോൾ നിങ്ങൾ വില്ലേജ് ഓഫീസിൽ നോക്കുക. ഈ വെരിഫിക്കേഷൻ പോകാത്തവരുണ്ടെങ്കിൽ അത് ആഡ് ചെയ്യുക. അതുപോലെ വെരിഫിക്കേഷൻ സമയത്ത് ഇപ്പോൾ LGSൻ്റെ വെരിഫിക്കേഷൻ ആണെങ്കിൽ എന്തെല്ലാം കൊണ്ടുപോകണം, നമ്മുടെ സമ്മതപത്രം ശ്രദ്ധിക്കേണ്ട കാര്യം, സമ്മതപത്രം എന്നാണ് നമ്മൾ അപ്ലോഡ് ചെയ്തത് നമ്മുടെ സ്കാൻഡ് ഡോക്യുമെൻ്റ് പ്രൊഫൈലിലെ സ്കാൻഡ് ഡോക്യുമെൻ്റ് എന്ന സെക്ഷനിൽ എപ്പോഴാണോ അപ്ലോഡ് ചെയ്തത് അതേ കോപ്പി തന്നെ കൊണ്ടുപോകാൻ ശ്രമിക്കുക. അല്ലാത്ത പക്ഷം നമ്മൾ പുതിയ പ്രിൻ്റ് എടുത്ത് അത് അപ്ലോഡ് ചെയ്യേണ്ടി വരും. പിന്നെ +2ൻ്റെ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ നമ്മൾ അപ്ലോഡ് ചെയ്യേണ്ടത് അതുപോലെ തന്നെ നമ്മുടെ എന്താ പറയുക, നമ്മുടെ നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ്, SSLC ബുക്ക്, ഒരു ആധാർ കാർഡിൻ്റെ ഒറിജിനൽ, ഇവ കൊണ്ടുപോയാൽ ഇത്രയും 4-5 ഡോക്യുമെൻ്റ് SSLC +2, SSLC മാത്രം LGS ഒക്കെ ആണെങ്കിൽ 7ാം ക്ലാസ് ആയതുകൊണ്ട് SSLC ഉണ്ടായാലും മതി. +2 ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് വെരിഫൈ ചെയ്ത് വെക്കുക. പിന്നെ അടുത്ത ഏതെങ്കിലും എക്സാം ഒക്കെ വരുമ്പോൾ നിങ്ങൾക്ക് 1 ടൈം വെരിഫിക്കേഷൻ ആണ്. അതുകൊണ്ട് നിങ്ങൾക്ക് പിന്നെ ഒരു +2 കൊണ്ടുപോകേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇത്രയും ചെറിയ കാര്യങ്ങൾ കൊണ്ട് പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മുടെ ജനറൽ ഡോക്യുമെൻറ്റ്സിൽ ഈ നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ് ഒക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ അവിടെ വില്ലേജ് ഓഫീസറുടെ പേര് അവിടെ ഫ്രം വേർ എന്ന് എഴുതിയിട്ടുണ്ടാവും. വില്ലേജ് ഓഫീസറുടെ പേര് പ്ലസ് ഹാപ്പി വില്ലേജ് ഓഫീസർ. അപ്പോൾ നമ്മൾ ആ സമ്മതപത്രം അപ്ലോഡ് ചെയ്തപ്പോൾ സെൽഫാണ് എഴുതിയിരുന്നത്. അതിന് പകരം വില്ലേജ് ഓഫീസറുടെ പേര് പ്ലസ് ആരെ പേരോ ഡാഷ് വില്ലേജ് ഓഫീസർ. ഇപ്പോൾ റംഷാദ് വില്ലേജ് ഓഫീസർ അങ്ങനെ എഴുതുക. അപ്പോൾ അതിന് ആ കാരണം പറഞ്ഞിട്ട് മടക്കുന്നുണ്ട്. അതുപോലെ തന്നെ അവിടെ ഒരു നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റിൻ്റെ നമ്പർ അല്ലെങ്കിൽ ഒരു പാർട്ട് 2018 ഉണ്ടാവും. അപ്പോൾ അതൊക്കെ വളരെ സൂക്ഷ്മമായിട്ട് തന്നെ നോക്കിയതിന് ശേഷം നിങ്ങൾ വെരിഫിക്കേഷന് പോവുക. ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ നമുക്ക് വെരിഫിക്കേഷൻ വളരെ ക്ലിയറായിട്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ചെറിയ കാര്യങ്ങൾ, ചെറിയ മിസ്റ്റേക്കുകൾ വരുമ്പോഴാണ് ഈ വെരിഫിക്കേഷൻ്റെ ദിവസമൊക്കെ മാറ്റി വരിക. അപ്പോൾ ഇത്രയും ചെറിയ കാര്യങ്ങളൊക്കെ നിങ്ങൾ നോക്കി വെക്കുക. ചെറിയ കാര്യങ്ങൾ കൊണ്ട് തന്നെ. പിന്നെ വേറൊരു കാര്യം, അപ്ലോഡ് ചെയ്യുമ്പോൾ നമ്മുടെ സ്കാൻഡ് ഡോക്യുമെൻ്റ് അപ്ലോഡ് ചെയ്യുമ്പോൾ 500 × 500 500 × 500 റെസൊല്യൂഷനിൽ തന്നെ 100 KB താഴെയാണ് അപ്ലോഡ് ചെയ്യേണ്ടത്. അത് നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ നിങ്ങൾ ഫോട്ടോഷോപ്പിൽ എടുക്കുക. ഫോട്ടോഷോപ്പിൽ ഓപ്പൺ ചെയ്ത ശേഷം ഫോട്ടോഷോപ്പിൽ ഈ ഒരു ഫോട്ടോ ഇട്ട ശേഷം
നമ്മുടെ റൈറ്റ് ക്ലിക്ക് നിൽക്കിയാൽ അവിടെ ഇമേജ് സൈസ് ഉണ്ട്, അവിടെ 500x500 ചെയ്ത് തന്നെ സേവ് ചെയ്യുമ്പോൾ നമുക്കത് ആ ഒരു സൈസ് കിട്ടുന്നതാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് ഈ വെരിഫിക്കേഷനൊക്കെ വളരെ ഈസിയാക്കാം. അപ്പോൾ ഇത്തരം കാര്യങ്ങളും അതുപോലെ പുതിയ പുതിയ ഇൻഫർമേഷനുമായിട്ട് നമുക്ക് ഇനി അടുത്ത ഒരു വീഡിയോയിൽ കാണാം. അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സിന്, നിങ്ങൾക്ക് അറിയാത്ത ഫ്രണ്ട്സിന് ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.